അല്ലാഹു അർസൽനി ബി സൂറത്തി ഇൻസാനിൻ, അല്ലാഹു തആല ഒരു മനുഷ്യൻ്റെ കോലത്തിൽ അയച്ചതാണ് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ചിന്തിക്ക്. യഹ്യയിലുണ്ട് ഈ സംഭവം. അപ്പോൾ അയാൾ പറഞ്ഞു വന്നാൾ പറഞ്ഞു അന മലക്കുൽ മൗതി വഖദ് ഉമിർതു ബിഖബ്ലി റൂഹികൽ ആൻ. ഇപ്പം എൻ്റെ റൂഹ് പിടിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്. ഫസല്ലൽ മലിക്കു. അപ്പോൾ രാജാവിന് വളരെ എളിമത്തരമായി, രാജാവ് വളരെ നിസ്സാരനായി എന്ന് മാത്രമല്ല പരമാവധി ബലഹീനത കാണിച്ചു രാജാവ് എന്ന് മാത്രമല്ല വളരെ നിസ്സാരമായി പറഞ്ഞു കുറച്ച് വസിയത്ത് കൊടുക്കാനുണ്ട്, ആ വസിയത്തൊന്ന് പറയട്ടെ, പറയാനുള്ളതൊക്കെ എൻ്റെ കുടുംബത്തോടും സൈന്യത്തോടൊന്ന് പറയട്ടെ, ഒരു ലേശം നേരം താമസം കൊണ്ടാ. ഫഖാല മലക്കുൽ മൗത്ത്. അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു ലാ മഹ്ലത ഇൻദി അനാ ഖാദിമു റബ്ബി. എനിക്ക് താമസം ചെയ്യാൻ പറ്റൂല, ഞാൻ എൻ്റെ റബ്ബിൻ്റെ ഖാദിമാണ് എന്ന് പറഞ്ഞു. റബ്ബാതും മിനത്തുയുരി തൈറു തൗസുനാദി കുൻവറബുൻ നാസുറുന കിബറുൻ വശഹവ തുംബഹറുസും വൽഉജുബ് വഹാദിഹി അസ്വാഖലാഖു അസ്ഹാബിൽ കർബ്. ഒരു സ്ഥലത്ത് മാത്രമേ കിബറിന് അനുവാദമുള്ളൂ. അതൊന്ന് പറയണം. കിബറിന് അനുവാദമുള്ള ഒരു സ്ഥലമുണ്ട്, അറിയോ? അത് പറയണം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. കിബറിന് അനുവാദമുള്ള ഒരു സ്ഥലമുണ്ട്, അറിയോ? കിബറിൻ്റെ മുന്നിൽ. മനസ്സിലായില്ല? കിബറിന് അനുവാദമുണ്ട്. ആരുടെ മുന്നിൽ? കിബറിൻ്റെ മുന്നിൽ. അവിടെ കിബർ കാണിക്കണം. അവിടെ ചെറുതായി കൊടുത്താലും ഒന്നും കൂടി വലുതാവും. മനസ്സിലായില്ല? അവൻ ഒരു കാല് കയറ്റിയിരുന്ന നമ്മൾ അങ്ങനെയാ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ഇദാറായിത്. യഹ്യയിലുണ്ട് ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു ഇദാറായിതുൽ മുതവാലിഈന, വിനയാന്വിതന്മാരെ കണ്ടാൽ ഫതവാലഉ ലഹും, അവർക്ക് വിനയം കാണിക്കുക. എന്നാലോ വൈദാറായിതുൽ മുതകബ്ബിരീന, അഹങ്കാരികളെ കണ്ടാൽ ഫതകബ്ബറു, നിങ്ങളും അഹങ്കാരം കാണിക്കണം. അഹങ്കാരികളെ മുന്നിൽ അഹങ്കാരം കാണിക്കണം. എന്തുകൊണ്ട്? ഫഇന്നദാലിക മദല്ലത്തുൽ ലഹും വസിഗാർ. അവരെ നിസാരപ്പെടുത്തണമെങ്കിൽ എന്തിലേ കഴിയൂ? ജോർജ് ബുഷിന്റെ മുന്നില് ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ സാധുക്കളാണ് എന്നല്ല പറയേണ്ടത്. അങ്ങനെയല്ല. ഈ ആരടാ എന്നങ്ങോട്ട് കേൾക്കണം. അനല്ലതി സമ്മതിലി ഉമ്മി ഹൈദറ ഖലൈസിയാബ തിൻകരിഹിൽ മല്ലറ. ആര് പാടി? സയ്യിദുന അലി. ഖൈബറിൽ ഏറ്റവും വലിയ ഒരു അഹങ്കാരിയായ മുറഹിബ് എന്ന പേരിൽ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു, ജൂഡൻ. എത്ര ആള് ചെന്നാലും അവന് നിസാരായിരുന്നു. അത്രയും വലിയ ശക്തനായ അഭ്യാസിയായിരുന്നു ഈ മുറഹിബ്. അവന്റെ മുന്നിലേക്ക് റസൂലുള്ളാഹി അയച്ചു. ആരെ? അലി റളിയല്ലാഹു അൻഹുവിനെ. അവിടെ ഞാനിങ്ങനെ പോകുന്നേ ഉള്ളൂ, യുദ്ധത്തിനിങ്ങനെ ഇറങ്ങിയെന്നേ ഉള്ളൂ. റസൂലുള്ളാഹി പേര് പറയുമ്പോൾ പിന്നെ എങ്ങനെയാ വരാതിരിക്കുക? നമുക്കൊന്ന് നോക്കാം, മിക്കവാറും ഞാൻ തന്നെ ആവും തോൽക്കുക. അങ്ങനെ പറയാൻ പാടില്ല. അവിടെ എന്താ പറയേണ്ടത്? അനല്ലദീ സമ്മതിലി ഉമ്മി ഹൈദറ ഖലൈസിഗാബ തിൻകരിഹിൽ മല്ലറ. ഞാൻ ആരാന്നാ ഈ വിചാരിച്ചത്? അനല്ലദീ സമ്മതിലി ഉമ്മി ഹൈദറ, എൻ്റെ ഉമ്മ എനിക്ക് പേരിട്ടത് പുലിക്കുട്ടി എന്നാണ്. ഞാൻ പുലിക്കുട്ടിയാ. നല്ലദീ സമ്മതിലി ഉമ്മി ഹൈദറ, അത് കേവലം പുലിക്കുട്ടിയല്ല, ഏതെങ്കിലും കടലാസിന്റെ പുലിക്കുട്ടിയല്ല. അനല്ലദീ സമ്മതിലി ഉമ്മി ഹൈദറ ഖലൈസിഗാബ തിൻകരിഹിൽ മല്ലറ. ഞാൻ കാട്ടിലെ സിംഹക്കുട്ടിയാ, എന്നെ കണ്ടാല് ദേഷ്യം പിടിച്ചാല് കണ്ടാ സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സയ്യിദുന അലി. എന്ന് പറഞ്ഞു സയ്യിദുന അലി. മുതക്കബ്ബിരീങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് അഹങ്കരിക്കാം. അത് അവരെ ചെറുതാക്കലാണ്, അല്ലാതെ മാർഗമില്ല എന്ന് മനസ്സിലായില്ലേ? അവൻ അഹങ്കാരി ആവണം. നമ്മൾ അഹങ്കാരി എന്ന് കരുതിയാൽ പോരാ, അവൻ ആരായിരിക്കണം?
കാര്യമായിരിക്കണം എന്ന് ഞാൻ പറയാട്ടോ. ഒരു കാര്യത്തിന് പറയണല്ലോ. നോക്കൂ, മനുഷ്യന്റെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഉജ്ബ്. ഉജ്ബ് എന്നാൽ ശ്രദ്ധിക്കാം, കിബർ എന്നാൽ ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ വലുതാവുക. ഉജ്ബ് എന്നാൽ മറ്റാരുമില്ലെങ്കിലും ഒരാൾ സ്വയം വലുതാവുക. അത് തമ്മിൽ വളരെ അടുത്ത ബന്ധം. അതായത് ഇവൻ ഒറ്റക്ക് നടക്കുകയാണെങ്കിലും ഒന്നിങ്ങനെ ഒന്ന് അങ്ങോട്ടാക്കി ഒന്നിങ്ങനെ ആക്കി ഒരു ആനച്ചന്തം. ഇവൻ തന്നെ ആരുമില്ലെങ്കിലും ഇവന് തോന്നുക അത്യാവശ്യം ഇപ്പം നല്ല ആള് ഞാൻ ഒന്നിങ്ങോട്ട് നോക്കി ഒന്നങ്ങോട്ട് നോക്കി ഒന്നിങ്ങനെ മയിലെന്ന് പറഞ്ഞല്ലോ, മയിൽ ഒരു അടി വെച്ചാൽ നോക്കാം. അങ്ങനെയാണ് ഉജ്ബ്. അതായത് സലാസുൻ മുഹ്ലികാത്തുൻ, അവന് സ്വയം തോന്നുക ഞാൻ അത്യാവശ്യം തെറ്റില്ല. സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ വിജ്ഞാനത്തിൽ അല്ലെങ്കിൽ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ കലയിൽ അല്ലെങ്കിൽ ഗാനത്തിൽ വാക്കറ അല്ലെങ്കിൽ മാലിൽ എന്തിലെങ്കിലും അയാൾ സ്വയം. കിബർ എന്നാൽ ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ വലുതാവുക. ഉജ്ബ് എന്നാൽ സ്വയം വലുതാവുക. സ്വയം അങ്ങനെയാണ്. ഒരു അടി വെച്ചിട്ട് ആ കാലൊന്ന് വിറപ്പിച്ചിട്ട് അടുത്ത അടി വെക്കുകയുള്ളൂ. എന്താണെങ്കിലും ഇങ്ങനെ ഒരു കീയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തിരിച്ചിട്ടൊക്കെ നടക്കുള്ളൂ. ഇരിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു പഴയ കാലത്ത് ടൈലർമാർ മെഷീൻ അടിക്കണ പോലെ ചില ആളുകൾ ഇരിക്കുള്ളൂ. കാലിങ്ങനെ വിറപ്പിച്ച് ഒരു ആനന്ദത്തിലാണ്, സുഖത്തിലാണ്, അവൻ ഭയങ്കര റായത്തിലാണ് എന്ന്. ഇതൊക്കെ മോശപ്പെട്ട സുഖങ്ങളാണ്, അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ മനുഷ്യന്റെ ശരീരാവസ്ഥയല്ലേ. എടാ കുട്ടി, ശരീരാവസ്ഥക്ക് നിയന്ത്രണമല്ലേ. ഹബീബായ റസൂലുള്ളാഹി 23 കൊല്ലത്തിനിടയിൽ പൊട്ടിച്ചിരിച്ചിട്ടില്ല. അത്ഭുതം കാണാത്തതുകൊണ്ട് പൊട്ടിച്ചിരിച്ചില്ല. 1, 2, 3 സംഭവത്തിൽ മാത്രം അണപ്പല്ല് വെളിവായിട്ടുണ്ട്. 2, 3 സംഭവം മാത്രം അണപ്പല്ലൊന്ന് വെളിവാക്കി. ബാക്കിയൊക്കെ പുഞ്ചിരിക്കും ഹബീബായ റസൂലുള്ളാഹി ഇല്ലേ. കാന ഹബീബായ റസൂലുള്ളാഹി മാ ജലസ മാദൻ റിജ്ലൈഹി ഇലാ സ്വഹാബിഹി, ആളുകളടുത്ത് കാല് നീട്ടിയ മുഹമ്മദ് നബി ഇരുന്നിട്ടില്ല. ആളുകളടുത്ത് കാല് നീട്ടി ഇരുന്നിട്ടില്ല 23 കൊല്ലത്തിനിടയിൽ. ശരീരത്തിന് പ്രത്യേകത ഇല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? കാന 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 ഫീ മജ്ലിസിൻ, അല്ലാഹുവിന്റെ ഹബീബ് ഒരു സദസ്സിലെത്തിയാൽ അല്ലാഹുവിന്റെ ഹബീബ് ആ ഇരിക്കുന്ന കൂട്ടത്തിൽ അവസാനത്തെ ആളായിരുന്നു. ഇരിക്കുമ്പോൾ അവസാനമായേ മുസ്തഫ നബി ഇരിക്കുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ. ഒരാൾ ആരെങ്കിലും ഹബീബായ നബിക്ക് കൈ കൊടുത്താൽ ആ കൈ റസൂൽ പിൻവലിക്കുകയില്ല. മറ്റേ ആൾ കൈ വിടാതെ നബി കൈ വലിക്കൂല. വിരല് കൊണ്ട് കൈ കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പഠിച്ചു, എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാണല്ല, എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മുസാഫഹത്ത് ചെയ്തപ്പോൾ ഒരാൾ വിരൽ തന്നു. കാരണം ഫുൾ കൈ തരാൻ മാത്രം നമ്മളില്ലാത്തതുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ വയസ്സിനിടക്ക് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. അതൊക്കെ മനുഷ്യൻ ചിന്തിക്കണം. ഇതെന്തിനാ പറയും? നമുക്ക് ഇബറത്തുണ്ടാകണം നമ്മളെ ജീവിതത്തിൽ. മുഹമ്മദ് നബിയോ ഏത് കൃഷിക്കാരൻ ഏത് അടിമകൾ കൈ കൊടുത്താലും ആ കയ്യിനെ ഹബീബായ റസൂലുള്ളാഹി വിട്ടുകൊടുക്കുമായിരുന്നു. അവിടെ കൊടുക്കും. ഒരാളിലേക്ക് ഹബീബായ നബി തിരിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഒരാളെ റസൂലുള്ളാഹി ഇങ്ങനെ നോക്കിയിട്ടില്ല. അങ്ങനല്ല. ഒരാളിലേക്ക് തിരിയണമെന്ന് തോന്നിയാൽ അങ്ങനെയാവും കൈ കൊടുക്കുക. അതായത് രണ്ടാൾ സംസാരിക്കുന്നതിനിടയിൽ മൂന്നാമത്തെ ഒരാൾ വന്നാൽ അയാളോട് റസൂലുള്ളാഹി പറയും,